ചേച്ചിയാണ് ഇന്ന് കാന്താരി പൊട്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് നമ്മൾ കാന്താരി ഭയങ്കര പേടിക്കൊന്നും വേണ്ട. ചേച്ചി ഇവിടെ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, ചേച്ചി പേടിക്കൊന്നും വേണ്ട. നോ, തീ തന്നെ കത്തി ഗായ്സ്, തീയിൽ തന്നെ കത്തി ഗായ്സ്. തീയൊക്കെ കത്തി എത്ര കെട്ടുപോയിട്ടോ ഗായ്സ്. എൻ്റെ നല്ല ചെവി ഇങ്ങനെയായിപ്പോയി. ഇനി അടുത്ത് നന്നോട്ടോ. ഇതിൻ്റെ പാട്ട് പകുതി ഉണ്ടായിരുന്നു, അതാട്ടോ ഇപ്പൊ പൊട്ടിക്കും. ഇപ്പൊ പാട്ട് ഇപ്പൊ ഇല്ല, പാട്ട് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇവാനും ഒക്കെ പോയി. ഐ ആം സോ സാഡ്. ഇപ്പൊ നന്നു അതേ ഓള് അയ്യോ നന്നു പാളി ഗായ്സ്. നന്നു ചെറുതായിട്ട് ഒന്നുകൂടി ചെയ്യും നന്നു. ഇപ്പൊ നന്നു ഒന്നുകൂടി ചെയ്യും ഗായ്സ്. നന്നു പ്രതികാരം വീട്ടാൻ പോവുകയാണ്. നന്നു ഇത് അച്ഛൻ വെച്ചു കൊടുക്കുന്നത്. അച്ഛൻ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ട് ഓ കുറച്ചു നേരം അവിടെ പിടിക്കും. അങ്ങനെ ഗായ്സ് തീ പൊട്ടിയതല്ല, തീ കെട്ടു ഗായ്സ്. അങ്ങനെ നമ്മൾ വെച്ചപ്പോ അത് ഭയങ്കര വെച്ച് പൊട്ടി. അവിടെ വെച്ച് പൊട്ടിട്ടോ ചേച്ചിയുടെ അവിടെ വെച്ച്. ഇനി ആ പടക്കത്തിന്റെ ഉള്ളിൽ എന്താ നിങ്ങൾ കാണിച്ചു തരട്ടോ, മരുന്ന് പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ ഉള്ളില് ഇങ്ങനത്തെ ഒരു സാധനം ഈ പൊടിയാട്ടോ. നമ്മളിത് ഭയങ്കര വിഷമാണ്. പക്ഷെ ഞാനിങ്ങനെ കയ്യിലെടുക്കുന്നത് റെഡ് ഭാഗത്ത് പിടിച്ചിട്ടത്. ഇതിൻ്റെ പൊടി കൊണ്ട് ഇത് പാളിക്കാൻ പറ്റും. ആ പൊടി അത് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ കുഞ്ഞു സാധനം ആയതുകൊണ്ട് അതിന് ഇതില്ലാത്തതുകൊണ്ട് തീ വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് പാളും ഈ സാധനത്തിൻ്റെ മേലോട്ട് തട്ടുമ്പോൾ അത് ടേന്ന് പൊട്ടും. അപ്പം ആ മരുന്നിൻ്റെ ശക്തി കൊണ്ടാണ് നല്ല സൗണ്ട് പൊട്ടുന്നത്. പിന്നെ നമ്മൾ ഇത് മറ്റേ പൊടിയെടുത്ത് ചെയ്യുമ്പോൾ അത് കത്തൂല, കാരണം അതിന് നല്ല ഗ്യാപ്സ് ഇല്ല. പേപ്പറിൽ കത്തിക്കുമ്പോൾ അയ്യോ നമ്മേ പേപ്പറിൽ വെക്കുമ്പോൾ അത് പാളുവേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതാവില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ മരുന്നുണ്ടേ മാത്രം കേട്ടോ. ഇതിൻ്റെ മരുന്നൊക്കെ പൊട്ടി തീർന്നു ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ, സീ യു. നന്നു അവിടെ നോക്കി. ബൈ ബൈ, സീ യു ടുമോറോ. ബൈ, ഹാപ്പി വിഷു. നിങ്ങൾക്കിത് കൈനീട്ടം കിട്ടിയിട്ടുണ്ടോ അല്ലേ? അക്കൗണ്ട് അടിച്ച് നമുക്ക് കിട്ടിയാ. ബൈ.